ബാങ്കോക്ക് എയർപോർട്ടിൽ ഒരു 14 ലേ ഓവർ ഉണ്ടെങ്കിൽ ഇന്ത്യൻസിന് പുറത്ത് പോകാം. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഓസ്ട്രേലിയ പോകുന്ന വഴി ബാങ്കോക്ക് ത്രൂ ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ എനിക്കൊരു 14 ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തത് വെച്ചാൽ 72 hours ബിഫോർ തായ്ലാൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് ഉണ്ട്, അത് ഫ്രീ ആണ്, അത് ഫില്ല് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് പെർമിഷൻ കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഇമെയിലിലേക്ക് റിപ്ലൈ വരും. ബാങ്കോക്കിലെ എയർപോർട്ടിൽ എത്തിയ ശേഷം ഇമിഗ്രേഷൻ കൗണ്ടറൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ഞാൻ പോകണ്ടേ പല ഡൗട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ, ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ ആ ഫുൾ ഡേ കറങ്ങി അടിച്ച എക്സ്പീരിയൻസിൽ പറയാണ്, സേഫാണ്, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും പുറത്തിറങ്ങിക്കോളൂ ധൈര്യമായിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവിടുന്ന് ഒരു സിം കാർഡ് എടുക്കണം. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റുള്ള സിം കാർഡ് കിട്ടും. 399 ബാത്തായിരുന്നു അതിൻ്റെ വില. അതെടുത്ത ശേഷം അപ്പം തന്നെ അവർ ആക്ടിവേറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗ്രാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വേറെയും ടാക്സികളുണ്ട്, പ്രൈവറ്റ് ടാക്സിയും അല്ലാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി എന്താ പറയുക, നല്ലതാണ്, ബെറ്ററാണ് എന്ന് എനിക്ക് തോന്നി. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്കതിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ട്രാവൽ കാർഡോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ക്യാഷ് അതിൽ നിന്ന് കട്ടായി പൊക്കോളും. അപ്പോൾ അതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത ശേഷം നോർമലി നമ്മൾ ഊബർ ആപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഓപ്ഷൻസ് വരും. അതിൽ ലേഡി ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെ വേണം ട്രാവൽ ചെയ്യാം, എത്ര രൂപയാവും ആദ്യം തന്നെ കാണും. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഞാൻ ആദ്യം പോയത് ബാങ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളിലേക്കാണ്. അപ്പോൾ ഞാനവിടെ 7 മണിക്കാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഫ്രഷായി നമ്മുടെ ലഗേജൊക്കെ അവിടെ തന്നെ എയർപോർട്ടിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവിടെ കൊടുത്തേൽപ്പിച്ച് പോവാം. അതിന് ഒരു ടോക്കൺ തരും, ടിക്കറ്റ് തരും. അതിനൊരു റേറ്റ് ഉണ്ടായിരുന്നു, 150 ബാത്തോ ഒറ്റയാണ് തോന്നുന്നു പെർ ഡേ. അപ്പോൾ അത് കൊടുത്തു, ലഗേജൊക്കെ അവിടെ കൊടുത്ത ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത്. എന്നിട്ട് ആ മാളിൽ പോയി ഞാൻ എനിക്ക് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ ഒറ്റക്കായതുകൊണ്ട് ഇനി വല്ല വയ്യായിയൊക്കെ വന്നെങ്കിൽ കരുതി ഞാനത് ട്രൈ ചെയ്തില്ല. ഞാൻ സ്റ്റാർബക്സ് പോയിട്ട് എൻ്റെ കോഫിയൊക്കെ കുടിച്ചു, ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അവിടെ 10 മണി ആവുമ്പോഴേ ഒക്കെ തുറക്കുന്നുള്ളൂ. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം സ്റ്റാർബക്സ് ഓപ്പൺ ആയ ശേഷം ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ആ മാളിലൊന്ന് കറങ്ങി. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് പോയത് വാട്ടറുൺ ടെമ്പിൾ, WAT വാട്ടറുൺ ടെമ്പിളിലേക്കാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നു, 200 ബാത്തൊക്കെയാണ് തോന്നുന്നു, ആ ടിക്കറ്റിൽ കാണുന്നുണ്ട്. അവിടെ സ്പെഷ്യൽ കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. അത് റെൻറ്റിന് എടുക്കാൻ ഉള്ളവർക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് മിക്കവരും അകത്ത് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ കോസ്റ്റ്യൂമൊന്നും ഇട്ടില്ല, ഞാൻ എൻ്റെ ഓൺ ഡ്രസ്സ് തന്നെയാണ് ഉള്ളിൽ കയറിയത്. നമുക്ക് പാൻറ്റോ എന്താ ഇട്ടിട്ട് കയറാം, അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് വാട്ടറുൺ ടെമ്പിൾ. അപ്പോൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയി. ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നു, അതൊക്കെ ചുറ്റി കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. മിക്കവർക്കും ഇംഗ്ലീഷ് അറിയില്ല, വേറെ ഒരു ലാംഗ്വേജും അറിയില്ല. അവർക്ക് അവരുടെ തായ് ലാംഗ്വേജ് തന്നെ അറിയുള്ളൂ കേട്ടോ. ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയായിരുന്നു. ഇപ്പോൾ ടാക്സിയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ആ കാറിൽ നിന്ന് ടാക്സിയിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് അവർക്ക് ചാർജ് ചെയ്തത്. ഒരു 1.5 മണിക്കൂർ വൺ സൈഡ് ഓരോ സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോയത് ഗ്രാൻഡ് പാലസ്. അവിടെ 500 ബാത്താണ് ടിക്കറ്റ് റേറ്റ്. ഗ്രാൻഡ് പാലസൊക്കെ ഒന്ന് ചുറ്റി കണ്ട ശേഷം ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി. ഒരു 3:30 ഒക്കെ ആയപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തിയ ശേഷം ഞാൻ അവിടെ നിന്നാണ് പിന്നെ ഭക്ഷണം കഴിച്ചത് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. പിന്നെ രാത്രി 9:40 ഫ്ലൈറ്റ്. അപ്പോൾ
അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വേണ്ട ഇൻഫർമേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാങ്കോക്കിൽ ലേ ഓവർ ഉള്ളവർ എന്തായാലും പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.